പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കോംപ്ലിമെൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് എ ഡാഷ് എന്ന് പറഞ്ഞിരുന്നു. എ ഡാഷ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളതും ഏലില്ലാത്തതും അല്ലേ? എന്താണ് യൂണിവേഴ്സൽ സെറ്റിലുള്ളതും ഏലില്ലാത്തതും? അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ പറയാം? എ ഡാഷ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എവിടെ ഉണ്ടാവണം? യൂണിവേഴ്സൽ സെറ്റ് യുവിൽ ഉണ്ടായിരിക്കണം. പിന്നെ എവിടെ ഉണ്ടാവരുത്? എയിൽ ഉണ്ടാവരുത് അല്ലേ? അപ്പോൾ എന്താണ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2, യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. അപ്പോൾ എ ഡാഷ് കാണാൻ ഒരു എളുപ്പമാർഗ്ഗമാണ് പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, എ ഡാഷ് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എ അല്ലാത്ത എല്ലാം എന്നാണ്. എന്താണ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ? എ അല്ലാത്തതെല്ലാം. പിന്നെ ഏതായിട്ട് കമ്പയർ? യു ആയിട്ട്, യൂണിവേഴ്സൽ സെറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ യുവിലുള്ളതും എയിലില്ലാത്തതും. അപ്പോൾ എ ഡാഷ് കാണാൻ എളുപ്പമാർഗ്ഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എ ഡാഷ് കാണാൻ എളുപ്പമാർഗ്ഗം എന്താണ്? ആദ്യം യുവിലുള്ള എല്ലാ എലമെൻസും ചെയ്താൽ. യുവിൽ ഏതൊക്കെ എലമെൻസ് ഉള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? അപ്പോൾ യുവിലുള്ള എല്ലാ എലമെൻസും ചെയ്താൽ എന്നിട്ടോ ഏല എലമെൻസ് ഒക്കെ കട്ട് ചെയ്യുക. ഏൽ 1 അപ്പോൾ 1 വേണ്ട, ഏൽ 2 2 വേണ്ട, ബാക്കിയുള്ളതാണ് എ ഡാഷ് എന്ന് പറയാം. ബാക്കി ഏതാണ്ടാൽ 3ഉം 4ഉം 5ഉം ഉണ്ടാവും. അപ്പോൾ എ ഡാഷ് ഈക്വൽ ടു സെറ്റ് 3 4 5. അപ്പോൾ എ ഡാഷ് കാണാൻ എന്ത് ചെയ്താൽ മതി? യു എന്ന് പറയുന്ന സെറ്റ് അഥവാ യൂണിറ്റ് സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സ് ചെയ്താൽ ഏലുള്ള എലമെൻ്റ് ഒക്കെ കട്ട് ചെയ്യുക. അതാണ് എ ഡാഷ് കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇനി ഇതിൻ്റെ വെൻ ഡയഗ്രം നോക്കാം. എ ഡാഷിൻ്റെ വെൻ ഡയഗ്രം എന്താണ് വരിക? എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഏലില്ലാത്ത എല്ലാം യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവണം, ഏലുണ്ടാവരുത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ് അല്ലേ? അതിൻ്റെ ഉള്ളിൽ എൻ്റെ പുറത്തുള്ളത്. കാരണം എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഏലില്ലാത്തത് യുവിലുള്ളതുമാണ്. അപ്പോൾ ആ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എ ഡാഷിൻ്റെ വെൻ ഡയഗ്രം എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് നോക്കാം. 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, കോംപ്ലിമെൻ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ എ ഡാഷ് യു ആയിരിക്കും. കാരണം എന്താ? ഏലില്ലാത്തതൊക്കെ എ ഡാഷിലില്ലേ? ഏലില്ലാത്തതൊക്കെ എ ഡാഷ് ഉണ്ട്. അപ്പോൾ എ ഡാഷും എയും യൂണിയൻ എടുത്താൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടൂലേ? കിട്ടും അല്ലേ? കാരണം എ ഡാഷിൻ്റെ ഡെഫിനിഷൻ എന്താ? ഏലില്ലാത്തത് യുവിലുള്ളതാണ് എ ഡാഷ്. അപ്പോൾ അതിൽ കൂടെ എ കൂടി എടുത്താൽ യു കിട്ടൂല. അപ്പോൾ എ യൂണിയൻ എ ഡാഷ് യു. ഇനി എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്താ? എ ഡാഷിൻ്റെ തന്നെ അർത്ഥം എന്താ? എയിലില്ലാത്തതെന്നാണ്. അപ്പോൾ എയിലും എ ഡാഷിലും കോമൺ എലമെന്റ് ഉണ്ടാവോ? ഇല്ല. അപ്പം അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താ? നൾ സെറ്റാണ് അല്ലേ? എ ഡാഷിൻ്റെ മീനിങ് എന്താണ്? എയിലില്ലാത്ത എല്ലാ എലമെൻറ്റുടെ സെറ്റാണ്. അപ്പോൾ എയിലും എ ഡാഷിലും പൊതുവായ എലമെന്റ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷന് നൾ സെറ്റ് ആയിരിക്കും. എൻ്റെ യൂണിയൻ എ യൂണിയൻ എ ഡാഷോ? എയും എയിലില്ലാത്ത കൂട്ടി യൂണിറ്റ് സെറ്റ് യു കിട്ടും അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ലോ അല്ലേ? 2 ചെറിയ ചെറിയ ലോസ് പെട്ടത്. രണ്ടാമത്തത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊരു പേരുണ്ട്. ഇത് കണ്ടുപിടിച്ച ആൾ ഡി മോർഗൻ ആയതുകൊണ്ട് ഇതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഡി മോർഗൻസ് ലോ. എന്താണ്? ഡി മോർഗൻസ് ലോ. ഇനി എന്താണ് ആ ലോ നോക്കാം. 2 ഭാഗങ്ങൾ അടങ്ങിയതാണ് ആ ലോ. ഒന്നാമത്തെ ഭാഗം ഇതാണ്, എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. അഥവാ എ യൂണിയൻ ബി എടുക്കുക, ഓൾ ഡാഷ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും കോംപ്ലിമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ഇതേപോലെ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എടുത്താലോ ഓരോന്നിൻ്റെയും കോംപ്ലിമെൻറ്റിൻ്റെ യൂണിയൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കുക. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇപ്പുറത്തെ യൂണിയൻ ആണെങ്കിൽ അപ്പുറത്തെ ഇൻ്റർസെക്ഷൻ വരിക. എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതിന് പറയുന്ന പേരെന്താണ്? ഡി മോർഗൻസ് ലോ എന്നാണ്. അടുത്ത ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ. എ ഡാഷ് ഡാഷ്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എയിലില്ലാത്തത് യുവിലുള്ളത്. ഇനി വീണ്ടും ഡാഷ് എടുത്താലോ എ തന്നെ കിട്ടും അല്ലേ? അപ്പോൾ അതാണ് എ ഡാഷ് ഡാഷ് ഈക്വൽ ടു എ ആയിരിക്കും. അടുത്ത ലോ ഓഫ് എം ടി സെറ്റ് ആൻഡ് യൂണിറ്റ് സെറ്റ്. ആ പേരൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ പേര് ആകെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഏതാണ്? ഡി മോർഗൻസ് ലോ മാത്രമാണ്. 5 ഡാഷ് ഈക്വൽ ടു യൂണിറ്റ് സെറ്റ് ആയിരിക്കൂലേ? കാരണം 5 ഡാഷിൽ എലമെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിലില്ലാത്തതെല്ലാം എന്ന് പറഞ്ഞാൽ യുവിലുള്ളതാണ്. യു ഡാഷോ? നൾ സെറ്റ് ആയിരിക്കൂലേ? കാരണം എന്താ? എ ഡാഷ് എന്താ? എയിലില്ലാത്തതും യുവിലുള്ളതും. അപ്പോൾ യു ഡാഷ് എന്താ? യുവിലില്ലാത്തത് യുവിലുള്ളതെന്ന് വരും. അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടാവോ? ഒന്നിൽ തന്നെ ഇല്ലാത്തതുള്ളതും വരുമോ? ഇല്ല. അപ്പോൾ നൾ സെറ്റ് ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഇതിൽ ഡിമോർഗൻസ് ലോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡിമോർഗൻസ് ലോ? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. രണ്ടാമത്തത് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ ഡിമോർഗൻസ് ലോ. ഇത് എക്സാമിനേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ ഡിമോർഗൻസ് ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് യു ഈക്വൽ ടു 1 2 3 4 5 6, എ ഈക്വൽ ടു സെറ്റ് 1 2, ബി ഈക്വൽ ടു സെറ്റ് 2 3 4. ഇപ്പോൾ ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ രണ്ടും പ്രൂവ് ചെയ്യണം അല്ലേ? ഏതൊക്കെ രണ്ടെണ്ണം? ഒന്നാമത്തെ ഏതാണ്? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. രണ്ടാമത്തെ ഏതാ? എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്താണ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഏതാ? എ യൂണിയൻ ബി ഓൾ ഡാഷ് കാണാം, അതുപോലെ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കാണാം. ആദ്യത്തിന് നമ്പർ 1, രണ്ടാമത്തെ 2, രണ്ടും ഈക്വൽ ആണ്, പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം എ യൂണിയൻ ബി ഓൾ ഡാഷ് കാണാം അല്ലേ? അതിനുവേണ്ടി ആദ്യം എ യൂണിയൻ ബി കാണാം. എ എന്താ? സെറ്റ് 1 2. ബി എന്താ? 2 3 4. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ യൂണിയൻ ബി? 1 2 3 4. ഇനി അതിൻ്റെ കോംപ്ലിമെന്റ് പറയും. എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്താ? എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതും യുയിലുള്ളതും 5 6 അല്ലേ? അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇപ്പം കണ്ട എന്താണ്? എ യൂണിയൻ ബി ഓൾ ഡാഷ്. ഇനി എന്താ കണ്ടത്? എ ഡാഷ് കാണാം, ബി ഡാഷ് കാണാം, അതിന് ഇൻ്റർസെക്ഷൻ എടുക്കുക. എ ഡാഷ് എന്താ? എയിലില്ലാത്തത് യുയിലുള്ളതും 3 4 5 6. ബി ഡാഷ് എന്താ? ബിയിലില്ലാത്തത് യുയിലുള്ളത് 1 5 6. ഇനി എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താ? 5 6 അല്ലേ? ഇനി 1 2 സെയിം ആണ് നോക്കുക. 1 എന്താ കിട്ടിയത്? സെറ്റ് 5 6. 2 എന്താ കിട്ടിയത്? സെറ്റ് 5 6 അല്ലേ? അഥവാ എ യൂണിയൻ ബി ഓൾ ഡാഷിൻ്റെയും എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷിൻ്റെയും ആൻസർ സെയിം അല്ലേ? 1 ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇനി രണ്ടാമത്തെ ഭാഗം പ്രൂവ് ചെയ്യണം. ഏതാ രണ്ടാമത്തെ ഭാഗം? എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എന്ത് കാണണം? എ ഇൻ്റർസെക്ഷൻ ബി കാണാം. എന്നിട്ട് എന്ത് കാണാം? എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് കാണാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. പിന്നെ എന്ത് കാണാം? എ ഡാഷ് കാണാം, ബി ഡാഷ് കാണാം, അതിൻ്റെ യൂണിയൻ എടുക്കുക, ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. രണ്ടും സെയിം ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണാം? എ ഇൻ്റർസെക്ഷൻ ബി കാണാം. വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? എയിലും ബിയിലും പൊതുവായുള്ള എലമെൻ്റ് ഏതാ? 2 മാത്രമാണ്. ഇനി ഇതിൻ്റെ എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക. എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്തതും യുയിലുള്ളത് ഇതൊക്കെ 2 അല്ലാത്തതല്ലേ അല്ലേ? ഇപ്പോൾ 1 3 4 5 6. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി എന്ത് കാണണം? എ ഡാഷ് കാണും, ബി ഡാഷ് കാണാം, അതിൻ്റെ യൂണിയൻ എടുക്കുക. എ ഡാഷ് എന്താ? എയിലില്ലാത്തത് യുയിലുള്ളതും 3 4 5 6. ബി ഡാഷ് എന്താ? ബിയിലില്ലാത്തത് യുയിലുള്ളതും ഏതാ? 1 5 6. ഇനി ഇത് രണ്ട് യൂണിയൻ എടുക്കുക. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു 1 3 4 5 6 അല്ലേ? ആണോ? യെസ്. ഇനി 1 2 സെയിം ആണ് നോക്കുക. 1 എന്താ? 1 3 4 5 6. 2 എന്താ? 1 3 4. രണ്ടും സെയിം ആൻസർ അല്ലേ? ഒന്നാമത്തെ ശരിക്കും എന്തായിരുന്നു? എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് അല്ലേ? രണ്ടാമത്തെ ശരിക്കും എന്തായിരുന്നു? എ ഡാഷ് യൂണിയൻ ബി ഡാഷ് അല്ലേ? എന്ത് പറയാം? 1 ഈക്വൽ ടു 2 അഥവാ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അതുകൊണ്ട് എന്താണ്? ഡിമോർഗൻസ് ലോ വെരിഫൈഡ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി സി ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെ കാണണം? എ ഡാഷ് കാണണം, ബി ഡാഷ് കാണണം, എ യൂണിയൻ സി ഓൾ ഡാഷ് കാണണം, എ യൂണിയൻ ബി ഓൾ ഡാഷ് കാണണം, എ ഡാഷ് ഡാഷ് കാണണം, ബി മൈനസ് സി ഓൾ ഡാഷ് കാണണം. ഹോംവർക്ക് 2. യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. വെരിഫൈ ചെയ്യാനാണ്. ഏതാ വെരിഫൈ ചെയ്യേണ്ടത്? ഡിമോർഗൻസ് ലോ. എന്താണ് ഡിമോർഗൻസ് ലോ? എ യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. രണ്ടാമത്തെ വെരിഫൈ ചെയ്യണം. എന്താ? എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പോൾ എല്ലാവരും ഈ ഹോംവർക്കുകൾ ചെയ്യണം. ഓക്കെ, താങ്ക് യു.